ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പി എസ് സി വിന്നർ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏപ്രിൽ 2024 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ്. ഏപ്രിൽ 2024 കറണ്ട് അഫേഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലൂടെ ലോറൻസ് സ്പോർട്സ് പുരസ്കാരം 2024 ICC T20 ലോകകപ്പ് ക്രിക്കറ്റ് ജൂണിൽ നടക്കാൻ പോകുന്ന ആ ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ലോക ഭൗമദിനം, ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം തുടങ്ങിയവയെക്കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പി എസ് സി വിന്നർ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോക പുസ്തക ദിന, ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക ദിന, ലോക പുസ്തക പകർപ്പവകാശ ദിനം നമ്മൾ ആചരിക്കുന്നത്. വിശ്വസാഹിത്യത്തിലെ അതികായകന്മാരായ ഷേക്സ്പിയർ, മിഗേൽ ഡി സെർവാൻറ്റസ്, ഗാർസിലാവോ ഡെലോവോഗ എന്നിവരുടെ ഈ ചരമദിനമാണ് ഏപ്രിൽ 23. നമുക്ക് ഏറ്റവും എളുപ്പം ഓർത്തിരിക്കാൻ വിശ്വസാഹിത്യത്തിലെ അതികായകനായ ഷേക്സ്പിയറെക്കുറിച്ചല്ലേ, ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ 1995 യുനെസ്കോ പൊതുസമ്മേളനത്തിൽ ഇവരുടെ ചരമദിനം ഏപ്രിൽ 23 ലോക പുസ്തക ദിന, ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത് യുണൈറ്റഡ് നേഷൻസിൽ ഉൾപ്പെടുന്ന, അതായത് ഐക്യരാഷ്ട്ര സംഘടനയിലെ പദവിയിലുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക ദിന, പുസ്തക പകർപ്പവകാശ ദിനം എന്ത് ചെയ്യുന്നുണ്ട്, ആചരിക്കുന്നു. എന്താണ് ഈ യുനെസ്കോയുടെ പൂർണ്ണരൂപം? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അപ്പോൾ യുനെസ്കോയാണ് 1995 പൊതുസമ്മേളനത്തിൽ എല്ലാ വർഷവും 1995 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക ദിന, ലോക പുസ്തക പകർപ്പവകാശ ദിനം ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് റീഡ് യുവർ വേ എന്നാണ്. നിങ്ങളുടെ വഴി വായിക്കുക എന്നുള്ളതാണ് 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന, എല്ലാവരും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയതാണ് കാൻഡേറ്റസ് ചെസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ കാൻഡേറ്റസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് ഡി ഗുഗേഷ്. 2024 ചാമ്പ്യൻഷിപ്പിൽ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് ഡി ഗുഗേഷ്. അപ്പോൾ ഈ ചെസ് ചാമ്പ്യൻഷിപ്പ്, അതായത് കാൻഡേറ്റസ് ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? കാനഡയിലെ ടൊറൻഡോയിലാണ് നടന്നത്. ഏപ്രിൽ 3 മുതൽ 22 വരെയാണ് കാനഡയുടെ ടൊറൻഡോയിൽ കാൻഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. അപ്പോൾ ഇതിലെ വിന്നറായി തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ വിന്നറായി മാറിയത് ഇന്ത്യൻ താരമായിട്ടുള്ള ഡി ഗുഗേഷ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വിന്നർക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2024 നടക്കുന്ന വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിലവിലെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിന്നർ ആരാണ്? ഡിൻ ലിറനാണ്. അത് ഓർത്തിരിക്കണം. ചൈനയുടെ ഡിൻ ലിറനാണ് നിലവിലെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിന്നർ. അപ്പോൾ അദ്ദേഹവുമായിട്ട് നേരിട്ട് ഡി ഗുഗേഷിന് ഏറ്റുമുട്ടാനായിട്ട് ഈ കാൻഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് കൊണ്ട് സാധ്യമാകും. അപ്പോൾ ഈ കാൻഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് കാനഡയിലെ ടൊറൻഡോയിലാണ് നടന്നതെന്ന് പറഞ്ഞു. 5 രാജ്യങ്ങളിൽ നിന്ന് 8 പേരാണ് മത്സരത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഗുഗേഷ് 14ൽ 9 പോയിൻ്റ് നേടിയാണ് വിന്നറായത്. കാൻഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. അതായത് നമ്മുടെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. വേദി ഇതിൽ പറയുന്നുണ്ട്. എവിടെയാണ്? കാനഡയിലെ ടൊറൻഡോ. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്ന ഇംഗ്ലീഷ് ഭാഷാ ദിനത്തെക്കുറിച്ചാണ്. എല്ലാ വർഷവും ഏപ്രിൽ 23, അതായത് നമ്മൾ ലോക പുസ്തക ദിനവും ലോക പുസ്തക പകർപ്പവകാശ ദിനമൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ആ ഡേയിൽ തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷാ ദിനവും ആചരിക്കുന്നത്. അടുത്തതായി വേൾഡ് എർത്ത് ഡേ, അതായത് ലോക ഭൗമദിനം. എല്ലാ വർഷവും ഏപ്രിൽ 22 ലോക ഭൗമദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ സംരക്ഷണമാണ് വേൾഡ് എർത്ത് ഡേയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ലോക ഭൗമദിനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ സംരക്ഷണം. ഇതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22 അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യമായിട്ട് എന്ത് തുടങ്ങിയത്? ഈ ഭൗമദിനം
ആചരിച്ചു തുടങ്ങിയത്. ലോക എർത്ത് ഡേ ഫസ്റ്റ് ആദ്യമായിട്ട് ആചരിച്ചു തുടങ്ങുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. 1970 അത് ആചരിച്ചു തുടങ്ങിയത്. അതായത് ജനങ്ങളിൽ പരിസ്ഥിതിയെക്കുറിച്ച് എന്തിനു വേണ്ടിയിട്ട് അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഓർത്തിരിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ അതിപ്രസരമാണല്ലേ. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ് 2024 ലോക ഭൗമദിന പ്രമേയം. പിന്നീട് ഇതിൽ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് രാജ്യാന്തര ഭൗമവർഷമായിട്ട് ആചരിച്ചത് എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 രാജ്യാന്തര ഭൗമവർഷമായി ആചരിച്ചത്. ഓക്കെ, അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രമാണ് ഡെവിൾ ധൂമകേതു. എന്താണ് അതിൻ്റെ പേര്? ഡെവിൾ ധൂമകേതു. അലിഗഡ് സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായതാണ് നൈമ ഖാത്തൂൻ. ആദ്യമായാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലേക്ക് ഒരു വനിതാ വൈസ് ചാൻസലറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അവരുടെ പേരാണ് നൈമ ഖാത്തൂൻ. അവർ എമിനൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പ്രൊഫസറാണ് നൈമ ഖാത്തൂൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് 5 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ 70 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് വൈസ് ചാൻസലറായിട്ട് നിയമിതമായിരിക്കുന്നത്. അപ്പോൾ ഏതാണോ ആദ്യം വരുന്നത്, 5 വർഷമോ അതല്ലെങ്കിൽ 70 വയസ്സോ ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അതുവരെയാണ് ഈ നൈമ ഖാത്തൂൻ്റെ അലിഗഡ് സർവകലാശാലയിലെ ചാൻസലറായിട്ടുള്ള കാലയളവ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്ന അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശു ക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില. അപ്പോൾ അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില. അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് പൂർവി ലഹർ. IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളറാണ് യുസ്വേന്ദ്ര ചഹാൽ. രാജസ്ഥാൻ റോയൽസിൻ്റെ താരമാണ് യുസ്വേന്ദ്ര ചഹാൽ. 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന കപ്രി ഐലൻഡ്, ഓർത്തിരിക്കണം ഐലൻഡ്, കപ്രി ഐലൻഡ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയിലാണ്. അപ്പോൾ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നത് എവിടെയാണ്? ഇറ്റലിയിലെ കപ്രി ഐലൻഡിലാണ്. 2024 ഏപ്രിൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. അപ്പോൾ ഈ ഇക്വഡോറിൻ്റെ ക്യാപിറ്റൽ സിറ്റി, അതായത് തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ക്യോട്ടോയാണ് ഇക്വഡോറിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ഇക്വഡോറിൻ്റെ പ്രസിഡൻറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാനിയൽ നോബോയാണ് ഇക്വഡോറിൻ്റെ പ്രസിഡൻറ്റ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റാണ് ഡാനിയൽ നോബോ. ഏത് രാജ്യത്തെ? ഇക്വഡോറിൻ്റെ. അപ്പോൾ 2023 തിരഞ്ഞെടുപ്പ് അവിടെ നടന്നത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. അപ്പോൾ ഈ HDFC ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ് HDFC ബാങ്കിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് HDFC ബാങ്ക്, അതായത് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടുന്ന. മഹാരാഷ്ട്രയിലെ മുംബൈ ആസ്ഥാനമാക്കിയിട്ടാണ് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഒരു ഉപസ്ഥാപനമായിട്ടാണ് ഈ HDFC ബാങ്ക് 1994 രജിസ്റ്റർ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് 2024 നടക്കുന്ന ICC 2020 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തിട്ടുള്ള ജമൈക്കൻ സ്പ്രിൻ്റർ താരം അറിയാമല്ലേ എല്ലാവർക്കും, ഉസൈൻ ബോൾട്ട്. വേദി ഈ ICC 2020 ലോകകപ്പ് നടക്കുന്ന വേദി 2 രാജ്യങ്ങളിലായിട്ടാണ്, വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ്. 2 ജൂൺ മുതൽ 29 ജൂൺ വരെയാണ് ICC 2020 ലോകകപ്പ് നടക്കുന്നത്, T20 ലോകകപ്പ് നടക്കുന്നത്. കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇൻ്റലിൻ്റെ ഇന്ത്യൻ റീജിയൻ മേധാവിയായി ചുമതലയേറ്റ മലയാളിയാണ് സന്തോഷ് വിശ്വനാഥൻ. അടുത്തതായി ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായ വ്യക്തിയാണ് കൃഷ്ണ സ്വാമിനാഥൻ. 2024 ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ. 2025 ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തി ആകുമെന്നാണ് IMFൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്.
അടുത്തതായി കൊലയാളി ഗുഹ എന്നറിയപ്പെടുന്ന കിറ്റം ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കെനിയ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തെക്കുറിച്ചാണ്. ലോറസ് സ്പോർട്സ് പുരസ്കാരം 2024. അപ്പോൾ ഇത് ഓർത്തു വെക്കേണ്ട സംഗതിയാണ് ലോറസ് സ്പോർട്സ് പുരസ്കാരം. എന്തിനാണ് ഈ ലോറസ് സ്പോർട്സ് പുരസ്കാരം കൊടുക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത നൊവാക് ദോക്കോവിച്ചിനെയാണ്. മികച്ച വനിതാ താരം ഐറ്റാനോ ബോൺമാറ്റി. ഇത് രണ്ടും ഓർത്തിരിക്കണം. ലോറസ് സ്പോർട്സ് പുരസ്കാരം 2024 മികച്ച പുരുഷ താരം നൊവാക് ദോക്കോവിച്ചും വനിതാ താരം ഐറ്റാനോ ബോൺമാറ്റിയും. അപ്പോൾ 5ാം തവണയാണ് സെർബിയൻ ടെന്നീസ് താരമായ നൊവാക് ദോക്കോവിച്ചിന് ലോറസ് പുരസ്കാരം ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ റോജർ ഫെഡറർക്കാണ്. 6 തവണയാണ് ലോറസ് പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? റോജർ ഫെഡറർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ലോറസ് സ്പോർട്സ് പുരസ്കാരം എന്താണ് കൂട്ടുകാരെ? 1999 ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ സ്ഥാപകരായ ഡൈംലൈറ്റും റിച്ചേമോനും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. ഡൈംലൈറ്റും റിച്ചേമോനും ചേർന്ന് സ്ഥാപിച്ച ഒരു സംഘടനയാണ് ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ. അപ്പോൾ അത്ലറ്റിക്സിലെ വിജയത്തിൻ്റെ പരമ്പരാഗത പ്രതീകമായി കണക്കാക്കപ്പെടുന്ന ലോറൽ എന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്. അത്ലറ്റിക്സിലെ വിജയത്തിൻ്റെ പരമ്പരാഗത പ്രതീകമായിട്ടാണ് ഈ ലോറൽ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ലോറസ് എന്ന് പറയുന്ന പേര് ഉരുത്തിരിഞ്ഞത്. അപ്പോൾ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ അവാർഡ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് അവാർഡ് നൽകുന്ന രാജ്യം ബെർലിനാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും അധികം ലഭിച്ചത് ആർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി. റോജർ ഫെഡറർക്കാണ്. 6 തവണയാണ് റോജർ ഫെഡറർക്ക് ലഭിച്ചത്. അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യൻ വിമാനമാണ് ബോയിങ് 747. 2024 ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി സുധീർ കക്കർ. കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. അത് ഓർത്തിരിക്കണം. ന്യൂ പാമ്പൻ ബ്രിഡ്ജ് കറണ്ട് അഫേഴ്സിലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെവിടെയാണ്? ഇത് റെയിൽ പാലമാണ്. രാമേശ്വരത്താണ്. അറിയാമല്ലോ, 1914 പഴയ പാമ്പൻ പാലത്തിന് സമാന്തരമായിട്ടാണ് ഈ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 2024 നവംബർ അവസാനമാകുമ്പോഴത്തേക്ക് പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. 2.07 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. 1988 റോഡ് വഴിയുള്ള പാലം അവിടെ നിർമ്മിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, രാമേശ്വരത്തെ ആ ദ്വീപിലേക്ക് ആ വൻകരയുമായി ബന്ധപ്പെടുന്ന 1988 തൊട്ട് മുമ്പ് ഈ റെയിൽവേ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് ലിഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കപ്പലുകൾക്ക് പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. അതായത് 2ആയിട്ട് കപ്പൽ വരുമ്പോൾ ഇത് 2ആയിട്ട് ലിഫ്റ്റ് ചെയ്യപ്പെടും പാലം മുറിഞ്ഞിട്ട്. അപ്പോൾ ഈ ആദ്യകാലത്തുണ്ടായിരുന്ന തീവണ്ടി പാത പാമ്പനിലെ ദ്വീപ് പിന്നീട് കഴിഞ്ഞ് 2ആയിട്ട് തിരിയുകയാണ് ചെയ്തിരുന്നത്. അല്ലേ? പാമ്പൻ ദ്വീപ് കഴിഞ്ഞ് പിന്നീട് 2ആയിട്ട് തിരിയും. അത് ഒന്ന് രാമേശ്വരത്തേക്കും രണ്ടാമത്തത് ധനുഷ്കോടിയിലേക്കുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ധനുഷ്കോടിയെ പ്രേത നഗരം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? 1964 ചുഴലിക്കാറ്റിൽ ഈ ധനുഷ്കോടിയിലേക്കുള്ള പാത എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും തകർന്നു. ഓക്കെ, അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാൻ്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഓയ ജലവൈദ്യുത പദ്ധതി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. അത് പാലക്കാടാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിൻ്റെ പേരിലാണ്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏഷ്യയാണ്. സഞ്ചാരികൾക്ക് എൻട്രി ഫീസ് ഏർപ്പെടുത്തിയ ഇറ്റലിയിലെ നഗരമാണ് വെനീസ്. അപ്പോൾ കൂട്ടുകാരെ, ഏപ്രിൽ 2024 ആനുകാലികവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ ഏപ്രിൽ 2024 ബന്ധപ്പെട്ട ആനുകാലികങ്ങൾ മനസ്സിലാക്കാം. എല്ലാവർക്കും
നന്ദി. എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.